പെരുമ്പാവൂരിൽ 10ഉം 12ഉം വയസ്സായ സഹോദരിമാരെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിലായി. അയ്യമ്പുഴ സ്വദേശിയായ ലോറി ഡ്രൈവർ ധനേഷാണ് കുറുപ്പുംപടി പോലീസിന്റെ പിടിയിലായത്. അമ്മയുടെ ആൺസുഹൃത്തായ ഇയാൾ പീഡനത്തിന് ഇരയാക്കിയെന്ന് പെൺകുട്ടികൾ സുഹൃത്തിന് കത്തെഴുതുകയായിരുന്നു. പെൺകുട്ടികളോട് കൂട്ടുകാരികളെ കൂട്ടി വീട്ടിലേക്ക് എത്തിക്കാൻ പ്രതി ആവശ്യപ്പെട്ടിരുന്നതായും പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യ പറഞ്ഞു. Dinesh Kumar, living together with mother, is asking this elder sister to bring one more friend to their house. So this elder Penkuti wrote a letter saying that my father wants you to come to my house. So this letter was seen by another friend whose mother is their teacher in the school. Then they informed us about this incident, and we went to the school, recorded statement of the elder girl, and based on the statement we have arrested the accused Dinesh Kumar, 38 vayasund, Ayyampura native, jolly driver ayirunu. So further investigation is ongoing, and this is the information so far we can provide. We are investigating the role of mother. As of now we cannot conclude anything. എറണാകുളം കുറുപ്പുംപടിയിലാണ് ഈ സംഭവം. അമ്മയുടെ ആൺസുഹൃത്തായ ധനേഷാണ് പിടിയിലായിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, ഇക്കാര്യത്തിൽ അമ്മയ്ക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇയാൾ കൂടുതൽ പെൺകുട്ടികളെ ഇങ്ങനെ വലയിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊരു കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ടോ? ഇപ്പോൾ എന്താണ് ഇയാളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ? മഞ്ജുഷ്, ഈ ധനേഷ് മറ്റൊരു പെൺകുട്ടിയെ കൂടി ആവശ്യപ്പെട്ട് മൂത്ത പെൺകുട്ടിയോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ആ കാര്യം ബോധ്യപ്പെടുത്തി ഈ പീഡനത്തിനിരയായ മൂത്ത പെൺകുട്ടി തൻ്റെ സുഹൃത്തിന് ആ കാര്യം ചൂണ്ടിക്കാട്ടി എൻ്റെ അച്ഛൻ ഇത്തരത്തിൽ ആവശ്യപ്പെട്ടു എന്ന് പെൺകുട്ടിയെ അറിയിക്കുന്ന തരത്തിലുള്ള ലെറ്റർ എഴുതുകയെന്ന്. ഈ ലെറ്റർ ഈ മറ്റൊരു പെൺകുട്ടിക്ക്, അതായത് അവരുടെ തന്നെ സുഹൃത്തായ മറ്റൊരു പെൺകുട്ടിക്ക് കിട്ടുകയും ആ പെൺകുട്ടിയുടെ അമ്മ സ്കൂളിലെ അധ്യാപികയാണ്. അവരാണ് തുടർന്ന് പോലീസിനെ ഈ കാര്യം അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് പോലീസ് എത്തി കുട്ടികളുമായി സംസാരിച്ച ശേഷമാണ് ഇത്തരത്തിൽ 2023 മുതൽ നിരന്തരമായ പീഡനത്തിന് ഈ രണ്ട് പെൺകുട്ടികളും ഇരയായി. അതായത് 8ഉം 10ഉം വയസ്സുള്ളപ്പോൾ മുതൽ ഈ പെൺകുട്ടികൾ പീഡനത്തിന് ഇരയാകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ഈ പെൺകുട്ടികളുടെ അച്ഛന് സുഖമില്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവറായ ധനേഷ് എന്ന ടാക്സി ഡ്രൈവറായിരുന്ന ധനേഷ് വീട്ടിലെത്തുകയും ഈ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും സഹായങ്ങൾ നൽകിയിരുന്ന ഒരു സാഹചര്യത്തിലാണ് അമ്മയുമായി ഇയാൾ അടുപ്പത്തിലാകുന്നത്. ശേഷം അച്ഛൻ മരിച്ച ശേഷം അമ്മയുമായി ലിവിങ് ടുഗദറിൽ ആയിരുന്നു ഇവർ. അതിനുശേഷമാണ് ഈ അമ്മയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചതെന്നാണ് ധനേഷ് പോലീസിന് നൽകിയ മൊഴി. അതേസമയം ഇയാൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ നിരന്തരം പീഡിപ്പിക്കുന്ന ആളാണെന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല അമ്മയുടെ ഈ പീഡനത്തിൽ അമ്മയുടെ അറിവോട് കൂടിയിട്ടാണോ, അമ്മയുടെ പങ്കെന്താണ് തുടങ്ങിയ കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ധനേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈൽഡ് ലൈൻ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ പരീക്ഷയാണ്. അതുമായി തുടർന്ന് കുട്ടികളെ ഏത് തരത്തിലാണോ, അതായത് ഇനിയും തുടർ നടപടികൾ എന്താണെന്നുള്ള കാര്യം തീരുമാനിക്കും. കുട്ടികളുടെ പരീക്ഷയാണ് മറ്റെവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കണമോ തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്തുണ്ടാകും. പോലീസിന്റെ സംരക്ഷണയിൽ കുട്ടികളെ താമസിപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നാണ് കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകും. ഇനി മെഡിക്കൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുകയാണ് അടുത്ത നടപടി. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.